ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഫാമിലിയിലൊരു കല്യാണം ഉണ്ട്, കായംകുളത്താണ്. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണ്. നമ്മൾ ട്രെയിനിന് കാത്തിക്കാണ്, ട്രെയിനാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിന് കാത്തിക്കാണ്. അപ്പോൾ നമ്മൾ താത്തിയൊന്നുമില്ല, ഞാനും ഇനിയും പിന്നെ അപ്പച്ചും മമ്മിയും പിന്നെ അമ്മായി എല്ലാവരും ഉണ്ട്. നമ്മൾ ട്രെയിനിന് കാത്തിക്കാണിപ്പോൾ ബാഗ് ഉണ്ട്, ഡ്രസ്സുകളൊക്കെ ഉണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1, 2 എന്തെങ്കിലും എടുത്താല് ഉമ്മ കേട്ടോ പണം നമ്മുടെ കാര്യങ്ങള് നമ്മള് തൊള്ളയൊക്കെ കയറിട്ടോ. നമ്മളൊരു കല്യാണത്തിന് പോവാ. പിന്നെ നമ്മൾ ട്രെയിനിൽ കാത്തുന്നപ്പോൾ വാപ്പച്ചത് ചായയും പരിപ്പുവടൊക്കെ വാങ്ങി നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ട്രെയിൻ വന്ന്. പിന്നെ നമ്മൾ ട്രെയിനിൽ നമുക്ക് സീറ്റ് വേറെ വേറെ ആയിരുന്നു കിട്ടിയത്, ഓരോരുത്തർക്ക് അപ്പ തല ഇത്ര തലയൊക്കെ കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒപ്പം നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചായ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇഡ്ഡലിയും ചട്നിയും തക്കാളി ചട്നിയും തേങ്ങ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല രസമായിട്ട് എല്ലാവരും ഒപ്പം നിന്ന് തിന്ന്. പിന്നെ നമ്മൾ ഉച്ച 1 മണി ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് അയച്ച് ഉച്ചത്തെ ഫുഡ്. അപ്പോൾ അത് ഫ്രൈഡ് റൈസ് ഒന്നുമല്ല, ഇമ്മൻ്റെ തക്കാളിക്കറിയും സാദാ ചോറും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെയാണ്. അപ്പം നമ്മൾ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സീറ്റ് എല്ലാവർക്കും ഒപ്പരം കിട്ടി, ഒഴിവായപ്പോൾ എല്ലാവരും ഒപ്പരം ഇരുന്ന് തിന്ന്. ഇമ്മൻ്റെ ചീരപ്പേരി ഇമ്മൻ്റെ ബീഫ് കറി ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു തിരക്കല്ലേ എല്ലാവർക്കും, അപ്പോൾ നമ്മൾ ഇറങ്ങണ തിരക്കാണിത്. നമ്മൾ മാറ്റി നമ്മൾ വണ്ടി വരും പോവാൻ. അങ്ങനെ നമ്മളെ വണ്ടി വന്ന് പിന്നെ നമ്മൾ ഹാളിലെത്തി. പിന്നെ കയറുമ്പോൾ തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറിച്ച് ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പാട്ടും ഇതൊക്കെ. ഞങ്ങളവിടെ പരിപാടിയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഗ്രൂം വന്ന്, അപ്പോൾ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ പോലെ കുറച്ച് പരിപാടി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല പൊറാട്ടയും ബീഫും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഐസ്ക്രീമും അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഓലെ കസിൻസിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതിനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ ശേഷം അവിടെ നിന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോസൊക്കെ വേറെ വീഡിയോ വരും. അപ്പോൾ അത്ര ഉള്ളൂ, ടാറ്റാ.